സമസ്തയിലെ സമവായ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ നിലപാടിനെതിരെ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ രൂക്ഷ വിമർശനം. സമവായ ചർച്ച വൈകിട്ട് നടക്കുമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും വിട്ടുനിൽക്കുന്നത് ധിക്കാരമാണെന്നും തങ്ങൾ പ്രതികരിച്ചു. സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കളുമായി പാണക്കാട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം. സമവായ ചർച്ച ഉണ്ട്. സമവായ ചർച്ച ഞാൻ മേയർ സാഹിബ്, ജിഫ്രി തങ്ങൾ, MT ഉസ്താദ് ഇവർ കൂടി വിളിച്ചു ചേർത്ത മീറ്റിംഗാണ്. ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊരു അന്തിമ തീരുമാനം വരണം. ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയത്ത് നടക്കും. സംഘടന ഒരു യോജിപ്പിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കക്ഷികളൊക്കെ വരേണ്ടത് അവരുടെ കടമയാണ്. അതില്ലാന്നുണ്ടാകുമ്പോൾ അതൊരു നേതൃത്വമുള്ള ധിക്കാരമായിട്ടായിരിക്കും കാണുക. സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി, അബ്ദുസമദ് പൂക്കോട്ടൂർ, സലീം എടക്കര ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാണക്കാട് എത്തിയത്. PK കുഞ്ഞാലിക്കുട്ടിയും ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയെക്കുറിച്ച് അറിയിച്ചില്ല എന്നും നേതൃത്വം തീരുമാനിക്കട്ടെ എന്നുമാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നിലപാട്. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ 3 മണിയോടുകൂടിയാണ് യോഗം ആലോചിച്ചിരിക്കുന്നത്. ലീഗ് വിരുദ്ധ വിഭാഗം വരില്ല എന്നാണോ, വിട്ടുനിൽക്കുമെന്നാണോ ഒടുവിൽ അറിയാനാകുന്നത്? സ്മൃതി, ലീഗ് വിരുദ്ധ വിഭാഗം ചർച്ചയ്ക്ക് എത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. MT അബ്ദുള്ള മുസ്ലിയാരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു കത്ത് തന്നെ കൈമാറിയെന്നാണ് ഇപ്പോൾ ഈ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടേണ്ട ഒരു വാർത്ത കൂടിയാണ്. എന്തായാലും ഇന്നത്തെ ചർച്ചയിലേക്ക് 3 മണിക്ക് നിശ്ചയിച്ച ചർച്ചയിലേക്ക് ഈ വിഭാഗം ലീഗ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന വിഭാഗം എത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് നേതൃത്വം ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ചർച്ചയിൽ ജിഫ്രി തങ്ങളും MT അബ്ദുള്ള മുസ്ലിയാരും സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഈ 4 പേരായിരിക്കും നേതൃതല ചർച്ച ഇതിൽ നടക്കുക. ഈ ചർച്ചയിലെടുക്കുന്ന തീരുമാനം നിർണായകമാവും. മാത്രമല്ല, മുഷാവറയ്ക്ക് മുമ്പ്, മറ്റന്നാൾ ചേരാൻ പോകുന്ന മുഷാവറയ്ക്ക് മുമ്പ് ഈ വിഷയത്തിലൊരു അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ളതായിരുന്നു സമസ്ത നേതൃത്വത്തിൻ്റെ തന്നെ ആഗ്രഹം. അതിനോടൊപ്പം തന്നെ ലീഗ് അനുകൂലികളും ഈ വിഷയത്തിൽ അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു ചർച്ച വേണമെന്ന നിലപാടിലാണ് ലീഗ് അനുകൂലികളും നിന്നിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ അത്തരമൊരു സമവായ നീക്കം തന്നെ ഫലം കാണാതെ പോകുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അത് വീണ്ടും സമസ്തയിലെ വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുഷാവറയിലും ഈ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ചർച്ചയിലേക്ക് വരാതിരിക്കുക, ഏതെങ്കിലും ഒരു കക്ഷികൾ ക്ഷണിച്ചിട്ട് വരാതിരുന്നാൽ, നേതൃത്വത്തെ അനുസരിക്കാതിരുന്നാൽ അത് അച്ചടക്ക ലംഘനമാണെന്നും അത് ധിക്കാരമായ നടപടിയാണെന്നും ഒക്കെ തന്നെ സാധികൾ തങ്ങൾ പറഞ്ഞു വെച്ച് നിലപാട് കടുപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും വിധത്തിൽ ആ വിഭാഗത്തെ കൂടി ഈ ചർച്ചയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇതിനൊരു സമവായം കാണണമെന്നുള്ള നിലപാട് തന്നെ നേതൃത്വം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ എളുപ്പമല്ല നിലവിലെ സാഹചര്യം എന്നുള്ളതാണ്. സമസ്തയുടെ വിഭാഗീയതയിൽ സമവായം കാണുന്നത് പോയിട്ട് ഈ സമവായ ചർച്ചയിൽ പോലും ഒരു സമവായം ഉണ്ടാക്കാൻ ഈ നേതൃത്വത്തിനും ഇല്ലെങ്കിൽ ഈ 2 കക്ഷികൾക്കും നിലവിൽ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സാഹചര്യം. ഈ വിട്ടുനിൽക്കുന്ന വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെയും ഇത്തരം ചർച്ചകൾ നടന്നിരുന്നെങ്കിൽ പോലും അതിനെടുത്തിരുന്ന തീരുമാനങ്ങളും ഒക്കെ ഒന്നും നടക്കാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയൊക്കെ പ്രഹസനമാണ് എന്നുള്ളൊരു ആക്ഷേപം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല, ഈ നേതൃത്വം ഔദ്യോഗികമായി തങ്ങൾക്കൊരു ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. സ്മൃതി, ശരി, അഷ്കറാണ് മലപ്പുറത്തുനിന്നും വിവരങ്ങൾ നൽകിയത്.